പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകാൻ പോവുകയാണ്. രമേശ് ചെന്നിത്തല എവിടെയുണ്ട്, അദ്ദേഹം അതൃപ്തിയിലാണ് എന്നൊക്കെ നമ്മൾ ഒരുപക്ഷെ തിരുവനന്തപുരം വിട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രജീഷ് കുറെ നേരമായി ആകാംക്ഷയോടെ ചെന്നിത്തല എവിടെ ചോദിക്കുന്നു. ചെന്നിത്തല അവിടെ തന്നെ ഉണ്ട്. ജ്യോതികുമാർ ചാമക്കാല വീണ്ടും ചെന്നിത്തലയെ കാണാൻ എത്തി എന്ന വിവരമുണ്ട്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി. സ്റ്റെഫിൻ, വലിയൊരു ആകാംക്ഷയായിരുന്നു. അദ്ദേഹം ആ ആകാംക്ഷ കഴിഞ്ഞിട്ടില്ല. കാരണം കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുമോ എന്നതിൽ കൂടി ആകാംക്ഷയുണ്ട്. K മുരളീധരൻ പറയുന്നുണ്ട് അദ്ദേഹം അങ്ങനെ ഒരാളല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം എവിടെയാണുള്ളത്, എന്താണ് അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ശ്രീജ, ഏതായാലും അദ്ദേഹം ഹരിപ്പാട്ടുള്ള വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ് പരസ്യമായി RC ക്യാമ്പ് വ്യക്തമാക്കിയത്. ജ്യോതികുമാർ ചാമക്കാല, പത്തനാപുരം MLA, അദ്ദേഹം നേരിട്ട് വന്ന് മാധ്യമങ്ങളോട് അക്കാര്യം തന്നെ പറഞ്ഞിരുന്നു. പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെല്ലാം തന്നെ പിരിഞ്ഞുപോയി. രാവിലെ ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇപ്പോൾ. ഏറ്റവും രമേശ് ചെന്നിത്തലയുമായി അടുത്ത് നിൽക്കുന്ന നേതാക്കളും പ്രവർത്തകരും മാത്രമാണ് ഇപ്പോൾ ഏതായാലും ഈ ദേവദത്തം എന്ന വഴുതക്കാട്ട് വീട്ടിൽ ഉള്ളത്. ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ തന്നെ കാണും. ഇന്നത്തെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരണമില്ല. എന്നാൽ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി 3 ജനപ്രതിനിധികൾ, പ്രത്യേകിച്ചും അൻവർ സാദത്ത്, ജ്യോതികുമാർ ചാമക്കാല, അബിൻ വർക്കി, 3 നിയുക്ത MLA-മാരും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരേതായാലും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരകത്തേക്ക് കയറി പോയിട്ടുണ്ട്. ഏതായാലും ഇവിടെ നിന്നും രമേശ് ചെന്നിത്തല ഈ മുൻ ഭാഗത്തുകൂടി കടന്നു പോയിട്ടില്ല. രാവിലെ മാധ്യമങ്ങളുടെ ഒരു വലിയ പട തന്നെ ഉണ്ടായിരുന്നു. ദേശീയ മാധ്യമങ്ങൾ അടക്കം ഉണ്ടായിരുന്നു. പോകാൻ സാധ്യത ഒന്നും തന്നെ കാണുന്നില്ല. ഇപ്പോൾ അല്പസമയം മുമ്പാണ് നേരത്തെ സൂചിപ്പിച്ച 3 MLA-മാരും ഇങ്ങോട്ടേക്ക് എത്തിയത്. ഈ കാണുന്ന വീടിന്റെ തൊട്ടപ്പുറത്ത് പ്രധാന വഴിയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് AK ആന്റണിയും അതിന് തൊട്ടടുത്താണ് ഹസനും താമസിക്കുന്നത്. അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ 3 പേർ അയൽക്കാരായി താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വഴുതക്കാട്. ഇവിടെ VD സതീശൻ ഇപ്പോൾ AK ആന്റണിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയുടെ ഉണ്ട് എന്നുള്ളത് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുമായിരുന്നു. ഇനി ആ കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു ജാള്യത അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണോ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇനി കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ടെല്ലാം പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ ഏതായാലും 3 നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തിയതാണ് രമേശ് ചെന്നിത്തല ഇവിടെ തന്നെ തുടരുന്നു എന്നുള്ള സംശയം ബലപ്പെടുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ പ്രസക്തമാണ്. KC വേണുഗോപാൽ, അദ്ദേഹത്തിൻ്റെ പ്രതികരണം ലഭിച്ചിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതിന് വേണ്ടി ഒന്നും തയ്യാറായിട്ടില്ല, വിട്ടുനിൽക്കുകയാണ്. ഒരു പക്ഷേ കുറച്ചു നേരമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നാളെയോ മറ്റോ ഒരു പ്രതികരണം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഏതായാലും രമേശ് ചെന്നിത്തലയിൽ നിന്നും ഇനി അറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ്. കാരണം 26-ാം വയസ്സിൽ മന്ത്രിയാകുന്ന സമയത്ത്, രമേശ് ചെന്നിത്തല മന്ത്രിയാകുന്ന സമയത്ത് അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു VD സതീശൻ. അങ്ങനെ ഒരാൾ താരതമ്യേന അത്രയും ജൂനിയർ ആയിട്ടുള്ള ഇതിനോടകം തന്നെ ഹൈക്കമാൻഡ് രമേശുമായി സംസാരിച്ച് ഒരു ഫോർമുലയൊക്കെ രൂപപ്പെടുത്തിയ ശേഷമായിരിക്കില്ല ഈ ഒരു പ്രഖ്യാപനം VD സതീശനിലേക്ക് എത്തിയിരിക്കുക. അപ്പോൾ അങ്ങനെ ആ സമയത്ത് എന്തായിരിക്കാം രമേശ് പറഞ്ഞിരിക്കുക? മന്ത്രിസഭയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയോ അല്ലെങ്കിൽ അല്പസമയത്തിനകം 5:30 അല്ലെങ്കിൽ 6 മണിയോടെ ചേരാൻ പോകുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തമായൊരു സൂചനയായിരിക്കാം. ഒരുപക്ഷെ ആദ്യ നിമിഷത്തിലെ ഒരു നീരസമാണെങ്കിലും പിന്നീട് എന്തായാലും അന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നാൽ പ്രധാനപ്പെട്ട വകുപ്പുകളോ അങ്ങനെ എന്തെങ്കിലും ഏറ്റെടുക്കാനുള്ള സാധ്യത. ഇനിയുള്ള വകുപ്പെന്ന് പറയാൻ മുഖ്യമന്ത്രി പദം എന്തായാലുമില്ല. പിന്നെയുള്ളത് ആഭ്യന്തര മന്ത്രി പദമാണ്. അത് നേരത്തെ അദ്ദേഹം ഇരുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആലോചന, അതല്ല അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് MLA സ്ഥാനത്ത് തന്നെ തുടരുകയും മറ്റെന്തെങ്കിലും പദവികൾ ഡൽഹിയിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനമൊക്കെ ഒഴിയാൻ പോവുകയാണ്. നമ്മൾ തീർപ്പ് കൽപ്പിക്കുകയല്ല എങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതകൾ സംഘടനാപരമായിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലുമുള്ള സൂചനകൾ ലഭ്യമാണോ? അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ ഇതിനോടകം നടന്നിട്ടുണ്ടോ? ഏതായാലും നിലവിൽ ഒരുപാട് സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി വരേണ്ടതുണ്ട്. രമേശ് ചെന്നിത്തല ഈ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപാധികൾ കേന്ദ്രം, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയും ഖർഗെയും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് രമേശ് ചെന്നിത്തല വിട്ടുനിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു വിമത സ്വരം ഉണ്ടാക്കുകയാണെങ്കിൽ. കാരണം അത്രത്തോളം സീനിയറായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. അങ്ങനെ ഒരു നേതാവ് പൊതുവെ സാധാരണഗതിയിൽ ഇതിനു മുമ്പ് ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ട്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നൊക്കെ മാറ്റിയെങ്കിൽ പോലും അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഒരു നിരസമൊക്കെ പ്രകടിപ്പിച്ച് ഇതേപോലെ ഒന്ന് പ്രതികരിക്കാതെയൊക്കെ മാറിയിരുന്നു. പിന്നീട് പാർട്ടിയും VD സതീശനും ഒക്കെ ആയി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു പുറമേയെങ്കിലും. എന്നാൽ ഈ മുഖ്യമന്ത്രി പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറെ പ്രതീക്ഷയായിരുന്നു RC ക്യാമ്പിനുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും VD സതീശനും അതോടൊപ്പം തന്നെ KC വേണുഗോപാലും തമ്മിലുള്ള ആ ഒരു പോരാട്ടം, അതിനിടയ്ക്ക് ഒരു സമവായ നീക്കമെന്ന രീതിയിൽ തന്നിലേക്ക് മുഖ്യമന്ത്രി പദം എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ RC ക്യാമ്പിനുണ്ടായിരുന്നു. പക്ഷേ ഏതായാലും അതുണ്ടായില്ല.